പലയിടത്തു നിന്നും പ്രതീക്ഷിക്കാത്തവരിൽ നിന്നും സഹിക്കാൻ പറ്റാത്ത വേദനകൾ അനുഭവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാനൊരു കഥ പറയാം. ഒരു സഞ്ചാരി, യാത്രകൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന, യാത്രകൾ ചെയ്യാൻ താല്പര്യപ്പെടുന്ന, ലൈഫ് എൻജോയ് ചെയ്തു പോകുന്ന, എപ്പോഴും ഹാപ്പി ആയിരിക്കുന്ന ഒരു സഞ്ചാരി ഒരു യാത്രയിലാണ്. നല്ല ഉൾക്കാട്ടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കള്ളിമുള്ളുകളുള്ള, വിഷമുള്ളുകളുള്ള കാട്ടിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രതീക്ഷിക്കാതെ, അവരുടെ കാലിൽ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മുള്ള വന്ന് കുത്തി. നല്ല വിഷമുള്ള, നല്ല വേദനയുള്ള മുള്ളാണ് വന്ന് കുത്തിയത്. ആള് നല്ല ഹാപ്പിയായി എൻജോയ് ചെയ്ത് പ്രകൃതിയുടെ ഭംഗിയെല്ലാം ആസ്വദിച്ച് ഹാപ്പിയായി യാത്രയിലിരിക്കുമ്പോഴാണ് ഈ വിഷമുള്ള വന്ന് പ്രതീക്ഷിക്കാതെ ചെരുപ്പിലൂടെ കുത്തിക്കേറിയത്. അത് അവരെ വേദനയെക്കാട്ടിലും ദേഷ്യമാണ് ഉണ്ടാക്കിയത്. ഞാൻ ആ മുള്ളിനോട് ഒന്നും ചെയ്യാതെയാണ് അത് വന്ന് എന്നെ കുത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ മുള്ളിനെടുത്ത് കളയാൻ തീരുമാനിക്കുന്നില്ല എന്ന് ദൃഢനിശ്ചയം എടുക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ യാത്രകൾ കഴിഞ്ഞു. നല്ല വേദനയായിരുന്നു. വിഷമുള്ളായതുകൊണ്ട് തന്നെ കാലുകളിലേക്ക് ഇൻഫെക്ഷൻ കയറാനും തുടങ്ങി. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞ്, അങ്ങനെ യാത്രകളെല്ലാം കഴിഞ്ഞ് അവർ വീട്ടിലെത്തി. കുത്തിയ ദിവസത്തിലുള്ള വേദന ആയിരുന്നില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ ആവാൻ തുടങ്ങി. കാലുകളെല്ലാം വീർക്കാനായിട്ട് തുടങ്ങി. എന്നിട്ടും അവർക്ക് ആ മുള്ളു കളയാനായിട്ടുള്ള മനസ്സ് തോന്നിയില്ല. ബിക്കോസ് ഞാനല്ല അതിനെ വേദനിപ്പിച്ചേ, അതാണ് എന്നെ വേദനിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ കളയുന്നില്ല എന്നുള്ള വാശിയിലായിരുന്നു ആ സഞ്ചാരം. ഈ കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ടാവും. മുള്ളു കുത്തിയിൽ എടുത്ത് കളയണം എന്നുള്ളൊരു കോമൺ സെൻസ് ഉള്ള ആൾക്ക് അറിയേണ്ട കാര്യമാണ്. എന്നിട്ടും എന്തേ എടുത്ത് കളഞ്ഞില്ല എന്നുള്ളൊരു തോട്ട് നിങ്ങൾ എല്ലാവരിലും ഉണ്ടായിട്ടുണ്ടാവും. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളും ഇതുപോലുള്ള ഓരോ മുള്ളുകളും ഉണ്ടല്ലോ നടക്കുന്നേ. നമുക്കറിയാം ഇത് നമുക്ക് അർഹിക്കുന്നതല്ല, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതല്ല, നമ്മൾ വിശ്വസിക്കുന്നില്ല ആ ഒരു വ്യക്തിയിൽ നിന്ന് ഇങ്ങനെയുള്ള വേദനകൾ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. പക്ഷെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചോട്ടെ, മുള്ളുകൾക്ക് വേദനിപ്പിക്കാനല്ലേ അറിയുള്ളൂ. സോ അവരുടെ ക്യാരക്ടറാണ് കാണിക്കുന്നത്. പക്ഷെ ആ മുള്ളു കൊണ്ട് എത്ര ദിവസം നമ്മൾ പോകുന്നോ, ഓരോ സ്റ്റെപ്പും, ഓരോ യാത്രയും, ഓരോ ചലനം പോലും നമുക്ക് വേദനയായിരിക്കും തരുന്നുണ്ടാവാം. അത് ഡേ ബൈ ഡേ ഇൻഫെക്ഷൻ ആവും, സ്വെല്ലിംഗ് ആവും, അത് മറ്റ് അവയവങ്ങളിലും എഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. സോ ആ ഓരോ മുള്ളുകളും നമ്മൾ എടുത്തു മാറ്റുന്നത് നമ്മൾ നമ്മളുടെ ജീവിതത്തിനോടും നമ്മളുടെ ശരീരത്തിനോടും കാണിക്കുന്ന നീതിയാണ്. ഈ കഥ നിങ്ങൾക്കും റിലേറ്റബിൾ ആയിരിക്കാം. ആ മുള്ളുകൾ കൊണ്ട് നടക്കാതെ അതെടുത്ത് മാറ്റാനായിട്ട് ശ്രമിക്കുക. ആ ശ്രമത്തിൽ തന്നെ ഉണ്ടല്ല.